ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഈ അടുത്തൊരു ഹത്ത ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു സുഹൈല ഡാമിലേക്ക്. ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്തുകൂടാണ്. അപ്പോൾ UAE ഈ ചൂടത്ത് നമ്മൾ ഫാമിലിയായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരുന്നു അവിടെ. ഞങ്ങളിവിടെ നിന്ന് പുറപ്പെട്ടത് 3:30 മണിക്കാണ്. നല്ല ചൂടായതുകൊണ്ട് വൈകിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കോക്കനട്ട് ഷേക്കൊക്കെ വാങ്ങിച്ചു വരുന്നു. അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായി ഞാനതൊന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. ഈ ചൂടത്ത് വെള്ളം കുടിക്കാതിരിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു 2 കുപ്പികളിലായിട്ട് ഒരു 3-4 ലിറ്ററോളം വെള്ളം എടുത്തിരുന്നു. പിന്നെ സ്നാക്സ്, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സ്നാക്സ് കരുതണം. കുട്ടികളില്ലെങ്കിലും നമ്മൾ മുതിർന്നവർക്കായാലും എന്തായാലും വിശക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിണ്ണത്തപ്പൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി ചെറിയൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ കടലപ്പരിപ്പ്, കോൺ മസാല, ബിസ്ക്കറ്റ്, കോൺഫ്ലേക്സ്, പിന്നെ ചെറിയ ചിപ്സുകൾ അതൊക്കെ എടുത്ത് വെച്ചിരുന്നു. ഈ സ്നാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയാൻ കാരണം നമ്മളോട് ചെന്നപ്പോഴാണ് മനസ്സിലായത് അടുത്തൊന്നും കടകളില്ല എന്നുള്ളത്. നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും കുറച്ച് സ്നാക്സ് കയ്യിൽ കരുതിയിരിക്കും. അത് കുട്ടികളുള്ളവരെന്തായാലും കരുതും. നമ്മൾ വലിയവർക്കാണെങ്കിലും വെള്ളത്തിൽ നിന്ന് കുളിച്ച് കയറി കഴിയുമ്പോൾ നല്ല വിശക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കയ്യിൽ കരുതിയിരിക്കുക. പിന്നെ ഓറഞ്ച് നല്ലതാണ്. ഓറഞ്ച് ഈ ചൂടത്ത് നല്ല റിഫ്രഷിംഗ് ആയിരിക്കും ഓറഞ്ച് കഴിക്കുമ്പോഴും. അപ്പോൾ ഓറഞ്ച് ഞങ്ങൾ എടുത്തിരുന്നു. ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഡ്രസ്സാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ കുളിക്കാനുള്ള ഡ്രസ്സ് ഇട്ടോട്ടാണ് പോയത്. കാരണം അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമൊന്നും കണ്ടില്ല. കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇടുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ നൈലോൺ അല്ലെങ്കിൽ ഷിഫോൺ മെറ്റീരിയൽ ആണെങ്കിൽ അത്രയും നല്ലത്. വെള്ളത്തിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞ് കയറുമ്പോൾ പെട്ടെന്ന് വെള്ളം പോയി കിട്ടുകയും അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ മെറ്റീരിയലുള്ള ഡ്രസ്സുകൾ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സ് ഇവിടുന്നേ ഇട്ടിട്ട് പോയതുകൊണ്ട് നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ നല്ലോണം ചൂട് അനുഭവപ്പെട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ടവലും ഇന്നർവെയേഴ്സും എടുത്ത് വെക്കാൻ മറക്കരുത്. കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ടവൽ എടുക്കണം. അവരെ നന്നായിട്ട് തുടച്ച് തന്നെ കയറ്റുക വേണം. ഇനി അടുത്തതായിട്ട് നമ്മൾ കരുതേണ്ട കാര്യം സ്ലിപ്പേഴ്സാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഷൂവും സോക്സും ഇട്ടിട്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അവിടെ ചെന്ന് നമുക്ക് വെള്ളത്തിലിടാൻ പറ്റുന്ന ചെരുപ്പുകൾ അങ്ങനത്തെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞങ്ങളിവിടെ നിന്ന് ചെരുപ്പൊക്കെ ആയിട്ടാണ്, സ്ലിപ്പേഴ്സൊക്കെ ആയിട്ടാണ് പോയത്. ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ മണൽത്തരികളുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും വെള്ളത്തിലുള്ള കല്ലുകളിൽ ചെറുതായിട്ട് വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ വണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി പമ്പിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നത് നല്ലതാവും. നമ്മളെ വണ്ടി ഈ അടുത്തുള്ളൊരു ഏരിയ എത്തിയപ്പോഴത്തേക്കും വണ്ടി ചൂടായി. അങ്ങനെ ഞങ്ങളൊരു 10 മിനിറ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടാണ് പിന്നെയും നമ്മൾ യാത്ര തുടർന്നത്. ഒരു 5 മണി അടുക്കാനാകുമ്പോഴത്തേക്കും നമ്മൾ ഹത്ത എത്തിയിരുന്നു. പിന്നെ ഹത്തയിൽ അവിടെ തന്നെ ഒരു സിറ്റിയിലുള്ള ഒരു കഫറ്റേരിയയിൽ കയറി നമ്മൾ ചായ കുടിച്ചു. കൊച്ചിനൊരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് ആ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ സുഹൈല ഡാമിലേക്കുള്ള യാത്ര തുടർന്നത്. നമ്മൾ ലൊക്കേഷൻ ഇട്ട് പോകുമ്പോൾ അത് വേറെ ഏതൊരു ഏരിയയിലാണ് കൊണ്ട് എത്തിച്ചത്. പക്ഷേ നമ്മൾ അത്രയും ഏരിയയിലെ വരെ പോകേണ്ട ആവശ്യമില്ല. അതിനു മുമ്പേ തന്നെ നമുക്കൊരു ചെറിയൊരു പാലം പോലെ കാണാം. അവിടെ നിന്ന് റൈറ്റിലേക്ക് ഓഫ് റോഡാണ് ഉള്ളത്. അത് കുറച്ച് താഴത്തേക്കാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വരാം. സാധാ വണ്ടി തന്നെ മതി, നമുക്ക് വലിയ വണ്ടിയൊന്നും വേണമെന്നില്ല. ആ ഒരു റോഡ് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യുകയും ചെയ്യാം. ആ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഈ ലേക്ക് കാണാനും പറ്റും. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കുളിക്കാനും എല്ലാത്തിനും പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡാമിൽ കുളിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഡാമിൽ ഇപ്പോൾ കുളിക്കാൻ അനുവാദമില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ 3 പോലീസുകാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ ആ ലേക്കിൽ പോയി കുളിച്ചോ, ഡാമിൽ കുളിക്കാനുള്ള അനുവാദം ഇല്ല എന്ന് പറഞ്ഞു. അത് സുരക്ഷൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ
ഈ വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു, ഇവിടെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ തന്നെ ഒരു 2-3 ഫാമിലി ഉണ്ടായിരുന്നു. നമ്മൾ പോയത് വ്യാഴാഴ്ചയാണ്, ജൂലൈ 11, 2024 നമ്മളിവിടെ പോകുന്നത്. വീക്ക് ഡേയ്സ് അതുകൊണ്ടാണ് അവിടെ ആളുകളും കുറവ്. ശരിക്കും ഇപ്പോൾ സുഹേല ഡാം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എല്ലാവരും ഡാമിൽ കുളിക്കാനായിട്ടാണ് അവിടെ വരുന്നത്. പക്ഷേ ഡാമിൽ കുളിക്കാൻ ഇപ്പോൾ അനുവാദമില്ല. അവിടെ പോലീസുകാർ പ്രത്യേകം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കുളിക്കാനായെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ലേക്കുള്ളത്. നിങ്ങൾക്കിവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ചൂടിൻ്റെ സമയമായതുകൊണ്ട് എത്രത്തോളം വെള്ളം ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെയധികം നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഴുക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, പിള്ളേരായാലും നല്ലോണം ശ്രദ്ധിക്കണം. താഴെ കല്ലുകളാണുള്ളത്. അപ്പോൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ ഇറങ്ങാനായിട്ട്. പിന്നെ ഈ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മീനുകൾ വരുന്നതും കാണാം. പിന്നെ ഒരു 7:15 കഴിഞ്ഞതോടുകൂടി നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി ഡ്രസ്സിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അവിടെ അധികം വെളിച്ചവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേഗം കയറിയത്. ഡാമിൽ കുളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ എന്തായാലും ആ ലേക്കിൽ കുളിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ വാട്ടർ ലെവൽ എത്രയുണ്ടെന്നുള്ളത് നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം പുറപ്പെടുക.